നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവനെ ദൂരെ എവിടെയെങ്കിലും പോകുന്ന പറഞ്ഞിരുന്നോ മോളെ? ഇല്ല മുത്തശ്ശി, അങ്ങനെ പോവായിരുന്നെങ്കിൽ നന്ദൻ പറഞ്ഞിട്ടേ പോവൂ. മനസ്സിന് ആശ്വാസം കിട്ടാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും മാറി നിന്നതാണെങ്കിലോ അമ്മേ. അങ്ങനെയാണെങ്കിൽ അവനൊന്ന് പറഞ്ഞിട്ട് പോയി കൂടെ? വെറുതെ നമ്മളെ തീതിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ കുറച്ചു ദിവസങ്ങളായി അവൻ വല്ലാത്ത മൂഡ് ഓഫില. പഴയ ഉത്സാഹമൊന്നും കാണാനില്ല. ആളുകളെ ഫേസ് ചെയ്യാൻ മടി. ഒരു കല്യാണം കഴിച്ചതാ അവൻ ചെയ്ത വലിയ മണ്ടത്തരം. വേണ്ട വേണ്ട എന്ന് പലവട്ടം പറഞ്ഞതാ ഞാൻ. അപ്പൊ അവന് ഒരേ നിർബന്ധം. രോഹിണി വേണ്ട, എന്റെ കുഞ്ഞ് ഇതുവരെ പുറത്തു പോയിട്ട് വന്നിട്ടില്ല. അതിനിടയിൽ ഇത്തരം വർത്തമാനങ്ങളൊന്നും വേണ്ട. അമ്മേ, ഞാൻ പറയുന്നതാണോ തെറ്റ്? കല്യാണത്തിനന്ന് ഭാര്യയുടെ അനിയത്തെ മണ്ഡപത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഭാര്യയുടെ അമ്മയുടെ രണ്ടാം കല്യാണം. നാണക്കേടുകൊണ്ട് തല ഉയർത്താൻ പറ്റിയിട്ടുണ്ട് എന്റെ മോന്. രോഹിണി, ഈ സമയത്ത് നിങ്ങൾ ഈശ്വര വിചാരത്തോടെ ഇരിക്കേ. നന്ദോട്ടൻ എത്രയും വേഗം തിരിച്ചു വരാമെന്ന് പ്രാർത്ഥിക്കും. നിന്നെ പോലെ തന്നെ വിഷമവും സങ്കടവും ഒക്കെ ശരണിക്കുണ്ട്. നന്ദോട്ടൻ നിന്റെ മോനാണെങ്കിൽ ശരണിക്ക് അവളുടെ ഭർത്താവാണ്. ഈ സമയത്ത് അവളെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിച്ചാലും ശരണ്യയുടെ അറിവോടൊന്നും അല്ലല്ലോ. എന്നിട്ടും നീ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അതുകൊണ്ട് എന്ത് പ്രയോജനം? പറയട്ടെ മുത്തശ്ശി, അമ്മയുടെ വിഷമം അങ്ങനെയെങ്കിലും കുറച്ച് കുറയെങ്കിലും പറയട്ടെ. കേട്ട് കേട്ട് എന്റെ മനസ്സ് മരവിച്ചിരിക്കുക. എല്ലാം കേൾക്കാൻ എന്റെ വിധി. പോട്ടെ മോളെ, സാരയില്ലേ. നീ ഇതൊന്നും കാര്യാക്കണ്ട. അതുകൊണ്ട് ഇപ്പൊ വരും. ചിലപ്പോഴേ ഫോണിന്റെ ചാർജ് തീർന്നു പോയിട്ടുണ്ടാവും. അവനെ ഇപ്പൊ എത്തും. നമുക്ക് കാത്തിരിക്കാം. എടാ മോനെ, എടാ നന്ദൂട്ടാ, 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 എന്താ ഇത്? നീ വല്ല കുടിച്ചിട്ടുണ്ടല്ലോ. നിന്നോടാ ചോദിച്ചത്. എന്താ നിന്റെ ഭാവം? ഇത്രയ്ക്ക് കുടിച്ച് നിന്നെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ ഒരുത്തി ഇതിനെല്ലാത്തിനും കാരണം. എന്ന് എന്റെ മോൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് തുടങ്ങിയതാ എന്റെ മോന്റെ കഷ്ടകാലം. മനസ്സമാധാനം കൊടുക്കില്ല. കണ്ടില്ലേ, കണ്ണ് നിറച്ച് നീ കാണ്. തൃപ്തിയായോ നിനക്ക്? രോഹിണി, അമ്മ ഒരു അക്ഷരം മിണ്ടരുത്. ഇവിടെ വല്ലപ്പോഴും അമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ച ചെക്കനിപ്പോ കണ്ട് ബാറിലല്ല അലഞ്ഞു തിരിഞ്ഞ് വന്നിരിക്കുന്ന കോലം കണ്ടില്ലേ? ഇങ്ങനെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ എങ്ങനെ ധൈര്യം വന്നടാ? അവന്റെ ഒരു ഭാര്യയും ഭാര്യ വീട്ടുകാരും വേണ്ട വേണ്ടെന്ന് ഞങ്ങൾ 1000 വട്ടം പറഞ്ഞതാ.
ആര് കേൾക്കാൻ? അതിന്റെ ഫലം മദ്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇവൻ. ഇവൾ അവന് മനസ്സമാധാനം കൊടുക്കില്ലമ്മേ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞല്ലേ, അങ്ങനെ വരത്തുള്ളൂ. ഇതുപോലുള്ളതെല്ലാം ഇവന്റെ തലയിൽ തന്നെ വന്ന് പെട്ടല്ലോ. നീ അനുഭവിക്കടാ, നീ അനുഭവിച്ചോ. എന്റെ മോന്റെ ജീവിതം തകർന്നു. എന്റെ മോന്റെ ജീവിതം തകർത്തിട്ട് നീ നിന്ന് മോങ്ങുന്നോ? ഇതിനാണോ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും വളർത്തിയത് ഇവനെ? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു പാവായിരുന്നു എന്റെ മോൻ. ഒരു കല്യാണം എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചത്. മതി, ഒന്ന് നിർത്ത്. നിർത്താനോ? കുടിച്ച് കൂത്താടി വന്നിട്ട് നിർത്താനോ? അമ്മ, എന്റെ പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? നീയായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാ. നീ സ്വയം വിളിച്ചു വരുത്തിയ പ്രശ്നങ്ങള്. അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബം കലക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേലിൽ നന്ദ ഇത് ആവർത്തിക്കരുത്. ഇവിടെ നീ കണ്ടുപിടിച്ചതാ, ഞങ്ങള് കണ്ടുപിടിച്ചതാ അല്ലല്ലോ. അപ്പൊ നിന്റെ ഭാര്യ വീട്ടുകാരുടെ പ്രശ്നങ്ങളും പറഞ്ഞ് മേലാൽ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരരുത്. ഇത് അതിനുള്ള സ്ഥലമല്ല. ഞങ്ങൾക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കണം. നമ്മുടെ കുടുംബം കലക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല, സ്വന്തം മോനായ പോലും. അമ്മയ്ക്കിപ്പോ സമാധാനമായല്ലോ കൊച്ചുമോനെ ഈ കൊലത്തിൽ കണ്ടപ്പോ. നിർത്തിക്കോ ഇവിടെ ഈ സംസാരമല്ല. ഇത്ര നേരം ഞാൻ മിണ്ടാതിരുന്നതേ എനിക്കൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല. എന്റെ നന്ദൂരിനെ ഇങ്ങനെ കണ്ടപ്പോ ഒരു നിമിഷം ഞാൻ പകച്ചുപോയി. നന്ദൂരിനെ എനിക്കറിയാം, അവന്റെ വിഷമവും എനിക്കറിയാം. ഇനി അഥവാ ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നീട് ഞാൻ ചോദിച്ചറിഞ്ഞോളാം. അതുവരെ ഇതിനെപ്പറ്റി ഒരാളുടെ അക്ഷരം മിണ്ടിപ്പോരുത്. മോനെ നന്ദ, നിന്നെ കുറിച്ച് അച്ഛനും അമ്മ അനുഭവിക്കുന്ന മാനസിക വിഷമം ഇപ്പൊ നിനക്കറിയില്ല. നിനക്കറിയോ, നീ വരാൻ വൈകിയ ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ, അതൊന്നും നിനക്കറിയില്ല. നിന്റെ ഭാര്യ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ തലയിലേറ്റി മദ്യപിച്ച് നടക്കുന്ന നീ എങ്ങനെ അറിയാനാ അച്ഛന്റെ അമ്മയുടെ ഉള്ളൊരുങ്ങുന്ന കാര്യം? മോനെ ചെല്ല്, പോയി കിടന്നുറങ്ങാൻ നോക്ക്. മുത്തശ്ശി അഞ്ജിതയെ അമ്മയൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ നീ എന്താ ഒന്നും മിണ്ടാകുന്നത്? നിനക്കും എന്നെ കുറ്റപ്പെടുത്തണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിനക്കും ആവാം കേട്ടോ. കേക്കാൻ ഞാൻ റെഡിയാ. എന്താ ഒന്നും പറയാനില്ല? എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ നന്ദന്റെ ജീവിതം ഇനിയും ബാക്കിയാണ്. എല്ലാരും കുറ്റപ്പെടുത്തുക, പക്ഷെ നന്ദനെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിലെ വിങ്ങല് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും. കുറ്റപ്പെടുത്തുമ്പോ എന്തൊരു ആവേശം എല്ലാവർക്കും. എന്നാൽ ഒരു ആശ്വാസ വാക്ക് ഞാനെവിടെയും കേട്ടിട്ടില്ല. അല്ലെങ്കിലും അങ്ങനെ ഉപദേശിക്കാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. എന്നാ കേൾക്കുന്നവന്റെ മാനസിക നില ആരും നോക്കാറില്ല. ഞാനെന്നേ ഒത്തിരി കുടിച്ചു. ജീവിതത്തിൽ ഇത്രയും ഞാൻ കുടിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ നിനക്ക്? നിന്റെ അമ്മയാണ്. നിന്റെ അമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ.
ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? എനിക്ക് മറുപടി ഇല്ല. മറുപടി പറഞ്ഞാൽ ഞാൻ തോറ്റുപോകും.